മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് മർദ്ദനം. എടക്കര സ്വദേശി ജിബിനാണ് മർദ്ദനമേറ്റത്. ലഹരി ഉപയോഗിച്ചു വന്നയാളെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ജിബിൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. അവന് രാവിലെ ഒരു 11 മണിയായപ്പോൾ പിന്നെ സ്കൂളിൽ വേണ്ടിയിട്ട് പോയി ഒരു പെനാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അവൻ മടങ്ങി വന്നപ്പോൾ അതിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ ഈ കാട്ടിച്ചിറ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ അവൻ ചാർജ് കുത്താൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞത്. ഈ ചാർജ് കുത്താൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ വീട്ടുകാർ ഇവന് MDM ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് അങ്ങനെ ഇടയ്ക്കറിന് ഇവനെ പാർട്ടിക്കാരെ വിളിച്ചുകൊണ്ട് അവർ വന്ന പാടെ ഇവനിട്ടിക്കാണ്ട് നല്ലോ അടിച്ചിട്ടാണ് ഒരു ഗ്രൗണ്ടിലിട്ടിക്കാണ്ട്. അപ്പോൾ ഇവൻ്റെ പോയ വണ്ടിയൊക്കെ അവരെ അടിച്ചാകെ തകർത്തിട്ടുണ്ട്. ഈ ആൾക്കാരെ 4 വയസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4 വയസ്സിൻ്റെ ബുദ്ധിയുള്ളൂ. 4 വയസ്സിൻ്റെ ബുദ്ധിയുള്ളൂ. അഷ്കർ അലി കരിമവിവരങ്ങളുമായി. അഷ്കർ, എന്താണ് ഈ പിതാവ് പറയുന്നത്? ഇതിപ്പോൾ പോലീസിൽ പരാതി നൽകിയില്ലേ? എന്താണിപ്പോൾ നടപടി? സ്മൃതി, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ നിലമ്പൂർ എടക്കരയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. എടക്കര സ്വദേശിയായ ജിബിന് 24 വയസ്സ് പ്രായമുണ്ടെങ്കിൽ പോലും മനോനില വളർച്ച വളരെ കുറവുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ചുങ്കത്തറ സ്പെഷ്യൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ഇത്തരത്തിൽ 24 വയസ്സുകാരനായ ജിബിന് ലൈസൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു ഇലക്ട്രിക് സ്കൂട്ടർ പിതാവ് നൽകിയിരുന്നു. ഈ വാഹനം ഓടിച്ചു വരുമ്പോൾ അതിൻ്റെ ചാർജ് കുറഞ്ഞതിനെ തുടർന്ന് തൊട്ടടുത്തൊരു വീട്ടിലേക്ക് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ തൊട്ടൊരു വീട്ടിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കയറുന്നു. പക്ഷേ ജിബിൻ്റെ പെരുമാറ്റവും മറ്റും കണ്ട് ജിബിൻ ലഹരി ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വീട്ടുകാർ വിളിച്ചു ചേർത്ത ആൾക്കാരും വീട്ടുകാരുമൊക്കെ ചേർന്നുകൊണ്ട് ഈ യുവാവിനെ 24 വയസ്സുകാരനായ ഭിന്നശേഷിക്കാരനായ പൂർണ്ണമായും മനോനില വളർച്ചയില്ലാത്ത ഒരാളെ വലിയ തോതിൽ മർദ്ദിച്ചു എന്നുള്ള ക്രൂരമർദ്ദനത്തിനാണ് ജിബിന് ഇരയാത്. ജിബിൻ്റെ മുഖത്തും അതുപോലെ തന്നെ മുതുകത്തും ശരീരത്തിലെ വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെയുള്ള ചില ആളുകളാണ് ഇത് ലഹരി ഉപയോഗിച്ചതല്ല മറിച്ച് ഭിന്നശേഷിക്കാരനാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും മർദ്ദനം അവസാനിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും വലിയ തോതിൽ ഈ 24-കാരനായ ജിബിന് മർദ്ദനം ഏറ്റെടുത്തു. പിന്നെ കുടുംബം ഈ ജിബിനെ ഇന്നലെ തന്നെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ തേടുകയും ചെയ്തു. എന്തായാലും കുടുംബം ഇപ്പോൾ എടക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജിബിന്റെ പിതാവ് അലവിക്കുട്ടിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. കണ്ടാലറിയുന്നവരാണോ, നാട്ടുകാരാണോ, എന്താണ് പറയുന്നത്? സ്മൃതി, മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ആളുകളെ തിരിച്ചറിയാനാകുമെന്നാണ് ഇപ്പോൾ ജിബിൻ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ വ്യക്തത ഉണ്ടാവുള്ളൂ. ഈ വീട്ടുകാർ വിളിച്ചു ചേർത്ത ആളുകൾ ചേർന്നാണ്, അഥവാ ഈ ചാർജ് ചെയ്യാൻ വേണ്ടി ജിബിൻ ഒരു വീട്ടിലേക്ക് വാഹനമായി കയറുന്നു. ആ വീട്ടിലുള്ള ആളുകൾ വിളിച്ചു ചേർത്ത ആളുകളാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്നും സമീപത്തെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എടക്കര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കുടുംബം എടക്കര പോലീസിൽ പരാതി നൽകിയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാൽ മാത്രമേ പ്രതികൾ ആരെന്ന കാര്യത്തിൽ അറിയാനാവൂ. എന്തായാലും വലിയ തോതിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ക്രൂരമർദ്ദനത്തിനിരയായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതികളെ ഉടൻ പോലീസ് പിടികൂടണമെന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്മൃതി.